യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 49-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം, ഐസയ 49:6 നമുക്ക് ഒരുമിച്ച് വായിക്കാം. അവിടെ അരുളി ചെയ്യുന്നു, യാക്കോബിന്റെ ഗോത്രങ്ങളെ ഉയർത്താനും ഇസ്രായേലിൽ അവശേഷിക്കുന്നവരെ ഉദ്ധരിക്കാനും നീ എൻ്റെ ദാസനായിരിക്കുക. വളരെ ചെറിയ കാര്യമാണ്. എൻ്റെ രക്ഷ ലോകാതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിൻ്റെ പ്രകാശമായി നൽകും. നമ്മൾ ആദ്യം വായിച്ച വചനത്തിൽ ഇങ്ങനെ കേട്ടത്, കർത്താവായിരിക്കും എൻ്റെ നിത്യമായ പ്രകാശം. അപ്പൊ കർത്താവ് തന്നെ പറയാണ്, നിന്നെ ഞാൻ അയക്കും. എങ്ങനെ? ലോകത്തിന് പ്രകാശമായിട്ട്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം നമ്മളിപ്പോൾ പറഞ്ഞൊരു വചനമുണ്ട്, സകലരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ഈശോ ഈ ഭൂമിയിലേക്ക് വന്നു, നമ്മുടെ കൂടെയുണ്ട്. ആ ഈശോ തന്നെ നമ്മളോട് മത്തായി സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ പറയും, നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണെന്ന് പറഞ്ഞ് ഈശോ നമ്മളോട് പറയാണ്, നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. എന്ന് വെച്ചാൽ ശരിക്കും ഈശോയുടെ ആഗ്രഹം എന്താണ്? ഈശോയെ സ്നേഹിക്കുന്ന നമ്മൾ ആരെ പോലെ ആയിത്തീരണം? ഈശോയെ പോലെ ആയിത്തീരണം. കിട്ടുന്നുണ്ടോ? നമ്മളൊരു ധ്യാനം കൂടുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ കുമ്പസാരിക്കുന്നു, നമ്മൾ കൂദാശ സ്വീകരിക്കുന്നു. എന്താ ലക്ഷ്യം? കുമ്പസാരത്തിന്റെ ലക്ഷ്യം പാപം മോചിക്കപ്പെട്ടു, കൃപ ലഭിച്ചു, തീർന്നില്ല. ഈ കഴുകി ശുദ്ധീകരിക്കപ്പെട്ടത്, ഈ വിശുദ്ധീകരിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈശോയെ പോലെ ആയിത്തീരുക. കുർബാന നമ്മൾ സ്വീകരിക്കുന്നു, എത്രയോ വിശുദ്ധ കുർബാനകൾ നമ്മൾ അർപ്പിച്ചു, എത്രയോ തവണ ഈശോ കൂടെ വരാമെന്ന് പറഞ്ഞ് ഈശോ അകത്തോട്ട് കയറി വന്നു ജീവിക്കുന്നവനായിട്ട്. എന്താണ് ലക്ഷ്യം? ആരെ പോലെ ആയിത്തീരുക? ഈശോയെ പോലെ ആയിത്തീരുക. ആ ഈശോ പറഞ്ഞ ഈ വാക്കും കൂടെ ശ്രദ്ധിക്കണം, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണെന്ന് പറഞ്ഞ് ഈശോ പറയാണ്, നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ആയിത്തീരണം. നിങ്ങൾ ലോകാതിർത്തി വരെ എനിക്ക് പ്രകാശമായി തീരണം എന്ന് പറഞ്ഞേ ഹല്ലേലൂയ.